നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എൻ ശേഷാദ്രിനാഥിനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനവും ഇടപെടലും അതിനെ ചുക്കാൻ പിടിക്കുകയായിരുന്നു മന്ത്രി കെ എം ഷാജീൻ. ഈ നിയമന വിവാദത്തിൽ ആകെ പുകഞ്ഞിരിക്കുന്ന UDF-നെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ നിയമനത്തിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ നിലപാട് തന്നെയാണ്. PM നിയാസിന് പിന്തുണയുമായി ഇപ്പോൾ ഇതാ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. അതുമാത്രമല്ല, വിഷയം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും എന്ന ഒരു കാര്യം കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോഴിക്കോട് നിന്നും PV കുട്ടൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. PM നിയാസ് ഏറ്റവും ശക്തമായ രീതിയിൽ ഈ ഒരു നിയമനത്തിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചാൽ ആ പാർട്ടിയെ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ആ വിവരം എത്തിക്കുക. ഇന്നലെ നമ്മുടെ ന്യൂസ് ആൻഡ് വ്യൂസിലും അദ്ദേഹം ഈ വിഷയം തന്നെ ഇതേ നിലപാട് ആവർത്തിക്കുകയുണ്ടായി. രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ PM നിയാസിന് പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസിലെ തന്നെയുള്ള മുതിർന്ന ആളുകൾ രംഗത്തെത്താം. അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്, ഇത്തരത്തിൽ ആരെന്ത് പറഞ്ഞാലും സ്വന്തം പാർട്ടിക്കാരാണോ എന്ന് പോലും നോക്കാതെ അവർക്കെതിരെ VD സതീശൻ പക്ഷം ഉന്നയിക്കുന്ന ഒരു സൈബർ ആക്രമണം, സൈബർ ബുള്ളിങ് ഏറ്റവും പ്രധാനമായും കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലായിരിക്കും PM നിയാസിന് ഇനി ഈ വിഷയത്തിൽ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എന്തായാലും ഹൈക്കമാൻഡും വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശേഷാദ്രിനാഥിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് UDF-നകത്ത് വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് തന്നെയാണ് പരസ്യമായി VD സതീശൻ സർക്കാരിന്റെ നിലപാടിനെതിരെ അതിശക്തമായി പ്രതികരണവുമായി രംഗത്ത് വന്ന് കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഈ ശേഷാദ്രിനാഥിന്റെ സംഘപരിവാർ ബന്ധം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി PM നിയാസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനകത്തുള്ള ഇന്നലെ തന്നെ പുറത്തു വന്ന വിവരങ്ങളുണ്ട്. PM നിയാസ് തനിച്ചായിരിക്കില്ല, സ്വാഭാവികമായും KC വേണുഗോപാലോട് ആലോചിച്ചുകൊണ്ടാണ്. കാരണം VD സതീശന് ഏതൊക്കെ രീതിയിൽ പിടിക്കാൻ പറ്റുമോ, ആക്രമിക്കാൻ പറ്റുമോ അതിനൊക്കെയുള്ള പിന്തുണ സ്വാഭാവികമായും KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെയാണ് സംസ്ഥാനത്തെ KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് PM നിയാസ്. അദ്ദേഹം അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്തിറങ്ങിയതിന്റെ പിന്നിൽ അത്തരമൊരു ഗ്രൂപ്പ് കളി കൂടി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ മറന്നേക്ക് പുറത്തു വന്നതാണ്. പക്ഷെ അങ്ങനെ PM നിയാസ് അങ്ങനെ പരസ്യമായി സമ്മതിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും KC ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷം തന്നെയാണ് താൻ ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നതെന്നാണ് അദ്ദേഹം വ്യക്തിപരമായ സംഭാഷണത്തിലൊക്കെ നമ്മളോട് പറയുന്നത്. ഇന്നലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടി PM നിയാസ് ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിന്മാറും എന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്നാണ് PM നിയാസിൻ്റെ പ്രതികരണങ്ങൾ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാനും ശ്രമിച്ചിരുന്നു. പക്ഷേ കാണാൻ സാധിച്ചിരുന്നില്ല. VD സതീശൻ സമയം അനുവദിച്ചില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ നിയമസഭാ സമ്മേളനത്തിന് തിരക്കായതിനാലാണ് തനിക്ക് കാണാൻ പറ്റാത്തതെന്നും തനിക്ക് വേണ്ടി ചില മന്ത്രിമാർ ഈ കാര്യങ്ങൾ VD സതീശനുമായി ചർച്ച ചെയ്തു എന്നാണ് PM നിയാസ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മന്ത്രിമാരുടെയൊക്കെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ തന്നെ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നുള്ള ആവശ്യം VD സതീശനോട് ഉന്നയിച്ചു എന്നുള്ളതാണ് PM നിയാസ് പറയുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി PM നിയാസ് പങ്കുവെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ PM നിയാസിന് അനുകൂലമായി നേതാക്കളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അവരാരും ഇപ്പോൾ ഈ ഭരണം തുടങ്ങി മാസങ്ങൾ ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരസ്യമായ ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് സർക്കാരിനെ വെട്ടിലാക്കാൻ അവരാരും തയ്യാറാകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും രഹസ്യമായി PM നിയാസിന് വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ MLA-മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ കോഴിക്കോട് ജില്ലയിലെ DCCയുടെ ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ ഇന്നലെ ഫേസ്ബുക്കിലൂടെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് PM നിയാസിന് നൽകിയിരിക്കുന്നത്. ശേഷാദ്രിനാഥ് സംഘപരിവാറിൻ്റെ ഏജന്റാണ്. സംഘപരിവാറിന് വേണ്ടി ജഡ്ജിയായിരിക്കുന്ന ഘട്ടത്തിൽ പോലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ തുടങ്ങി ആരംഭിച്ച് അതിലൂടെ സംഘപരിവാറിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ദുൽകിഫിൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധിയായ നേതാക്കൾ PM നിയാസിന് അനുകൂലമായി രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും VD സതീശൻ സർക്കാർ ഇതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയാണ്. PM നിയാസ് പരാതിയിൽ നിന്നും ഒരു കാരണവശാലും പിന്മാറില്ല എന്നുള്ള നിലപാടിലാണ്. അതേസമയം തന്നെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഇതിൽ ഒരു ചിന്തനം നടത്തണം എന്ന് സർക്കാരിനോടും VD സതീശനോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സിന്ധൂരി. കുട്ടൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളിലൊക്കെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം, ഈ സർക്കാരിൻ്റെ ഈ ഒരു BJP അനുഭാവം അല്ലെങ്കിൽ ഒരു സംഘപരിവാർ അനുകൂല ഭാവമാണ്. തുടക്കം
തുടക്കം മുതൽ ഈ ഗവർണറോടുള്ള ആ ഒരു ചൈവാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ കെ എം ഷാജി ഉൾപ്പെടെയുള്ളവർ PMC വിഷയത്തിലും അല്ലെങ്കിൽ മറ്റെല്ലാ നിലപാടുകളിലും എടുക്കുന്ന ഒരു തീരുമാനം കേന്ദ്രത്തിനോട് തല്ലുകൂടാൻ അല്ലെങ്കിൽ എല്ലാത്തിനും കേന്ദ്രത്തിനോട് ഉടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തുടങ്ങുന്ന നിലപാടുകൾ ഇന്നലെ ഗോവിന്ദമാഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും VD സതീശൻ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഈ സംഘപരിവാർ അനുകൂല നിലപാടെടുക്കുമ്പോൾ അത് കേരളത്തിന് നൽകുന്ന ഒരു ഭീതിയുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ PM നിയാസ് പറഞ്ഞ ഒരു കാര്യം, ഇത്തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു സംഘപരിവാർ അനുകൂലിയെ ഇങ്ങനൊരു സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ മണ്ഡല പുനർനിർണ്ണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPയുടെ തീരുമാനമെന്തോ അത് കേരളത്തിൽ നടപ്പിലാക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയധികം ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കാത്തത് എന്നൊരു സ്വാഭാവികമായ സംശയമല്ലേ ഉയർന്നത്. അവിടെ തന്നെ വ്യക്തമാവുകയല്ലേ VD സതീശൻ സർക്കാരിന്റെ ഈ ഒരു BJP അനുകൂല നിലപാട് എന്താണ് എന്നുള്ളത്. സിന്ധൂരി ഭരണം തുടങ്ങി ഏതാണ്ട് 1.5 മാസം ആകുമ്പോഴേക്ക് തന്നെ BJP അനുകൂല കേന്ദ്ര സർക്കാരിനൊക്കെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നിയമനങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി, നമുക്കറിയാം, ഗവർണറുടെ ഇടപെടലുകൾ, വൈസ് ചാൻസലർമാരുടെ ഇടപെടലുകൾ, പല യൂണിവേഴ്സിറ്റികൾക്കകത്തും സിൻഡിക്കേറ്റുകൾ പോലും ചേരാതെ വലിയ രീതിയിൽ ഇടപെടലുകൾ VC നടപ്പിലാക്കുന്നു. അത് കേരളയിലായാലും കാലിക്കറ്റായാലും ഒക്കെ വൈസ് ചാൻസലർമാർ തങ്ങളുടേതായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സിൻഡിക്കേറ്റിനെ പോലും മറികടന്നുകൊണ്ടാണ്, സിൻഡിക്കേറ്റ് തീരുമാനങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ട് സ്വന്തമായ രീതിയിലുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രവുമായി ഒരു കാരണവശാലും ഏറ്റുമുട്ടാനില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രിമാർ രംഗത്ത് വരുന്നു. കേന്ദ്രത്തിന്റെ വർഗീയ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളൊരു പരോക്ഷമായ സൂചനകൾ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിന്റെ LDF സർക്കാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കേന്ദ്രത്തിന് ഇത്തരം വർഗീയ ഇടപെടലുകളെ വളരെ ശക്തമായ ഇതിൽ പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ സർക്കാർ മുന്നോട്ട് പോയിരുന്നത്. സാമ്പത്തികമായി ഞെരുക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ ഘട്ടത്തിൽ പോലും സമാന്തരമായി സ്വന്തമായി വിഭവ സമാഹരണം നടത്തിക്കൊണ്ട് കേരളത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി LDF സർക്കാരിന് സാധിച്ചിരുന്നു. പക്ഷേ UDF സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ കേന്ദ്രവുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലുമില്ല. അതായത് ഈ പറയുന്ന ഏത് വിഷയങ്ങൾക്കകത്തായാലും എല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു നിലപാടിലേക്ക് UDFന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ എത്തിച്ചേരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പല നിയമനങ്ങളിൽ പോലും സംഘപരിവാർ ആനുകൂലികളെ, സംഘപരിവാറിൻ്റെ ഉറച്ച ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. ഇതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ച് വിഷയത്തിൽ UDFനകത്ത് തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്നത് മുസ്ലിം ലീഗാണ്. കാരണം ലീഗ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോക്കം പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ നിലപാടായാലും മറ്റ് മന്ത്രിമാരുടെ നിലപാടിലുമൊക്കെ, അത് PMC ആയാലും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവർണറുടെ ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോക്കം പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ UDFലും പ്രത്യേകിച്ച് ലീഗിലുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സിന്ധൂരി. ശരി, വ്യക്തമാണ് കുട്ടൻ.